നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ സ്റ്റൈൽ ചെസ് ടൂർണമെന്റിൽ അർജുൻ എർഗേസിയും മാഗ്നസ് കാൾസനും തമ്മിൽ നടന്ന വളരെ രസകരപ്പെട്ട ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഫിഷർ റാൻഡം ചെസ് അല്ലെങ്കിൽ ചെസ് 960 എന്ന ചെസ് വേരിയന്റിന്റെ 591ാമത്തെ പൊസിഷനിലാണ് ഈ ഗെയിം ആരംഭിക്കുന്നത്. ഈ ഗെയിമിൽ അർജുൻ വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് ആദ്യം തന്നെ ബിഷപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം F4 മൂവ് ചെയ്തുകൊണ്ട് ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി G3 കൂടെ മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ആകുകയും വൈറ്റിന്റെ ബിഷപ്പുകൾ വളരെ സ്ട്രോങ് ആകുകയും ചെയ്യും. ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. B6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ എന്തായാലും G3 മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ഒരു പോൺ നഷ്ടമായെങ്കിലും ബ്ലാക്കിന് ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് G6 ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇപ്പോൾ F4 പോണിനെതിരെ അറ്റാക്ക് ഉണ്ട്. വൈറ്റ് അടുത്ത നൈറ്റിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനെ പോലെ വേണമെങ്കിൽ ഇവിടെയും ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവാം. എന്നാൽ വൈറ്റ് അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം F5 ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് E4 ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റും നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. G3 ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ പോണിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ്. ബ്ലാക്ക് ആ നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ഒട്ടുന്നതിനേക്കാൾ ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. റൂക്ക് വെച്ച് ഒട്ടത് കാരണം വൈറ്റിന് ആ റൂക്കിനെ പിൻ ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. B3 കൊണ്ട് ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ റൂക്കിന് ബിഷപ്പിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നം ഇനി നൈറ്റ് വെച്ച് ആ റൂക്കിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ഒരു ബിഷപ്പ് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ നൈറ്റ് വെച്ചുള്ള അറ്റാക്ക് ഇപ്പോൾ അത്ര ഡേഞ്ചർ അല്ല. കാരണം വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ കാൾസൺ ഇങ്ങനെ ഒരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. ക്വീൻ സെല്ലിലേക്ക് കാൾസൺ ചെയ്തുകൊണ്ട് ഒരു ഡിസ്കബിൾ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കാൾസൺ ചെയ്യുന്നതിന് പകരം ബിഷപ്പിനെ F7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് വന്നാലും പ്രശ്നമില്ല. ബിഷപ്പിനെ H5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിൻ ചെയ്തുകൊണ്ട് ആ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ബ്ലാക്കിവിടെ കാൾസൺ ചെയ്തതോടെ വൈറ്റ് ആ അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് F5ലെ പോയിന്റ് എടുക്കുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് B3ലെ പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C3ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് A2ലെ പോയിന്റ് കൂടെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ആ ബിഷപ്പ് വെച്ച് തന്നെ അടുത്തൊരു ഡിസ്കവർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ഈ റൂക്കിനെടുത്ത് മാറ്റുന്നതോടെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വരും. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് നൈറ്റിനെടുത്ത് മാറ്റാണ്. നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7ലെയും E4ലെയും പോണുകളെ ഫോർക്ക് ചെയ്യുന്നു. ഇതോടെ E4ലെ പോണെതിരെ 3 പീസുകളുടെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ പോൺ ബിഷപ്പിന്റെ പിന്നിങ്ങിലുമാണ്. അതുകൊണ്ട് കാൾസൺ ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ F6ലെ നൈറ്റിന് ആ ക്വീനിന്റെ സപ്പോർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് വൈറ്റ് ഈ സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ B2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ കാൾസൺ ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം D5 ചെയ്തുകൊണ്ട് E4ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനും റൂക്ക് വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാം. അല്ലാതെ നൈറ്റ് വെച്ച് ഈ H7ലെ പോണിനോട്ട് എടുക്കുകയാണെങ്കിൽ അതോടെ വൈറ്റിന്റെ ഈ നൈറ്റ് ട്രാപ്പിലാകും. ആ നൈറ്റിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവിടെ ബ്ലാക്കിന് ആദ്യം ക്വീനെ C6ലേക്ക് കൊണ്ടുവന്ന് ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ക്വീനിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് എഴുതി നൈറ്റിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ആ നൈറ്റിനോട്ട് എടുക്കാം. ക്വീൻ വെച്ച് റൂക്കിന് ഇടുകയാണെങ്കിൽ ബിഷപ്പ് G4ലേക്ക് വന്ന് ഇങ്ങനൊരു ചെക്ക് വരുന്നതോടെ വൈറ്റിന് ക്വീൻ നഷ്ടപ്പെടാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അവനൊരു പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. G4 മൂവ് കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഒരേ സമയം ബ്ലാക്കിന്റെ 2 പീസുകൾ അറ്റാക്കിലായിരിക്കുകയാണ്.
ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് റൂക്കിന് ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ, F4ലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് വീണ്ടും അറ്റാക്ക് വരും. അപ്പോൾ സേഫായിട്ട് പോകാൻ വേറെ സ്കോറുകളൊന്നും കാണില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് നൈറ്റിനൊട്ടുന്നു, വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ ഈ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. ബ്ലാക്കിനെ പോകണമെങ്കിൽ ഒരു ചെക്കോട് കൂടി ഈ G4 പോയിന്റ് എടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ക്വീനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കാനും ക്വീനെ നേടിയെടുക്കാനാണ് ഉദ്ദേശം. അത് മനസ്സിലായിക്കൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനോട് നിന്ന് മാറ്റാണ്. കിങ്ങിനെ C1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന്റെ ഈ ബിഷപ്പ് പിന്നിങ്ങിലായിട്ടുണ്ട്. ഇവിടെ എപ്പോഴാണെങ്കിൽ ക്വീനെയോ റൂക്കിനെയോ D6ലേക്ക് കൊണ്ടുവന്ന് ക്വീനെയും റൂക്കിനെയും പരസ്പരം സപ്പോർട്ട് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ റൂക്കിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് B7ലേക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു ചെക്ക് കൊടുക്കുന്നില്ല. പകരം H3 മൂവ് കൊണ്ട് G4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് കിങ്ങിനോട് മാറ്റാണ്. കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ F1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് A5 മൂവ് ചെയ്ത ശേഷം വൈറ്റ് ഒരു ക്വീൻ എക്സിന് ശ്രമിക്കുകയാണ്. ക്വീനെ F4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ B4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന് ബിഷപ്പിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. വൈറ്റ് ക്വീനെ E5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D6ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ആ ബിഷപ്പിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. റൂക്കിനെ F6ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇവിടെ കാൾസന്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവരാണ്. ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ A3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. ഇതൊരു ഡബിൾ അറ്റാക്കാണ്. ഇപ്പോൾ ക്വീനെതിരെയും ഈ D2 സ്കോറിലേക്കും അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ D2 സ്കോർ കൺട്രോൾ ചെയ്തുകൊണ്ട് ക്വീനെ D4ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ റൂക്ക് കെട്ടിയെടുക്കാം. അല്ലാതെ ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീന് വെച്ച് D2 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. B1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ D1ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുക. ഇപ്പോഴും ഒരു ഓപ്ഷനേ ഉള്ളൂ, A2ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീന് വെച്ച് C2 പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. ക്വീനെ B2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് നല്ല മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. കാൾസൺ ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റ് വെച്ച് C2 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. വൈറ്റ് ഇപ്പോൾ ക്വീന് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ ക്വീനെ പിൻ ചെയ്യാം എന്നാകും കാൾസണിവിടെ പ്ലാൻ ചെയ്തത്. എന്നാൽ അർജുൻ ഇപ്പോൾ ക്വീന് വെച്ച് നൈറ്റിനെ ഇട്ടുന്നില്ല. പകരം കിങ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ C6ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ B1ലേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടേക്ക് മാറിയാലും ഈ ക്വീൻ നഷ്ടപ്പെടും. ഇവിടെ ബ്ലാക്ക് റൂക്കിനെയും ക്വീനെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ക്വീനെ C4ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റിന്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റിന് ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു സാക്രിഫൈസ് അല്ല, ഒരു അറ്റാക്കിംഗ് മൂവാണ് വരുന്നത്. ബിഷപ്പിനെ F1ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന്റെ ക്വീൻ ട്രാപ്പിലായിരിക്കുകയാണ്. ആ ക്വീൻ ഇപ്പോൾ സേഫായിട്ട് പോകാൻ യാതൊരു സ്കോറും ഇല്ല. ക്വീനെ C1ലേക്കോ C2ലേക്കോ കൊണ്ടൊന്ന് ചെക്ക് കൊടുത്താലും വൈറ്റിന്റെ ക്വീന് പകരം ബ്ലാക്കിന് ക്വീനും റൂക്കും നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അല്ലാതെ ക്വീനെ B4ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിച്ചാലും വൈറ്റിന് ആ ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോകാം. ഇതോടെ ഈ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ബിഷപ്പിനെ A6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിനെ B8ലേക്ക് മാറുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ഈ ബിഷപ്പിനെ കൂടെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. അല്ലാതെ A8ലേക്ക് മാറുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരാനും ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരാനും സാധ്യതയുണ്ട്. അല്ലാതെ A7ലേക്ക് മാറിയാലും ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരാനോ റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് 8th റാങ്ക് കൂടെ കൺട്രോൾ ചെയ്ത ശേഷം വളരെ വേഗത്തിൽ ഒരു ചെക്ക് വരുന്ന സാധ്യതയുണ്ട്. ഇങ്ങനെ പലവിധമായിട്ടുള്ള അറ്റാക്കിംഗ് സാധ്യതകളുള്ളതുകൊണ്ടാണ് ബിഷപ്പ് F1ലേക്ക് വന്ന് ക്വീനെതിരെ അറ്റാക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.